കഞ്ഞി വിളമ്പി. ഇനിയിരുന്ന് തണുത്ത് പാട കിട്ടും. വന്നോളാം. നടന്നു നടന്നു. എന്ത് നടന്നു? ഒന്നും നടന്നില്ല. നടക്കാതിരിക്കുന്നേ ഉള്ളൂ. നിനക്ക് നിന്റെ മറ്റവനെ ചൊല്ലുള്ള ആദ്യമായിരിക്കും. എനിക്കറിയാം. എനിക്കാ എന്റെ അണ്ണം പോയത്. അമ്മ വല്ലോ ചോദിച്ചോ? അമ്മയ്ക്ക് സംശയമുണ്ട്. പറയരുത്. എന്റെ കൊച്ചു വളർന്നു വരുമ്പം മറ്റാരും അറിഞ്ഞില്ലേലും ഞാനെങ്കിലും അറിയണം. അതിന്റെ തന്ത ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയരുത്. നിങ്ങളുടെ ജ്യേഷ്ഠന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടാണോ ഈ നിൽക്കുന്ന പ്രതിയും അയാളും തമ്മിൽ അടിയായത്? എനിക്കറിഞ്ഞൂടാ. വ്യക്തമായി പറയണം. നിങ്ങളുടെ ജ്യേഷ്ഠൻ ജോലി കൊണ്ട് നിൽക്കുമ്പോൾ പ്രതി പിന്നിൽ കൂടി വന്ന് അയാളെ ആക്രമിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവര് തമ്മിൽ എന്തോ സംസാരം ഉണ്ടായി. അതിനാ തല്ലുണ്ടായത്. ആദ്യം തല്ലിയത് ആരായിരുന്നു? അതെന്റെ അണ്ണനായിരുന്നെന്നാ തോന്നുന്നത്. ഞാൻ അന്നേരം വേല നിൽക്കുകയായിരുന്നു. ഓഹോ. സംഭവം പൂർണ്ണമായും വ്യക്തമായും നിങ്ങൾ കണ്ടിട്ടില്ലെന്നാണോ പറയുന്നത്? അതെ, കണ്ടിട്ടില്ല. അപ്പോൾ ഈ നിൽക്കുന്ന പ്രതി തന്നെയാണ് നിങ്ങളുടെ ജ്യേഷ്ഠനെ വെട്ടിയെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇല്ല. അതിനുവേണ്ടി തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവനെ വെറുതെ വിടണം. അവനെ എന്റെ കൈ തന്നെ കിട്ടണം. എന്നെ പേടിച്ചാ അവൻ നേരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. അവനെ കോടതി തൂക്കിക്കൊന്ന പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ആണെന്നും പറഞ്ഞ് അവനെ വെറുതെ വിടണം. എങ്കിലേ ഞാൻ അവനും അവന്റെ പെങ്ങൾക്കും എന്താ വെച്ചിരിക്കുന്നെന്ന് അവന് നേരിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഒരാങ്ങളെ കൂടെ ബാക്കിയുള്ളതും എനിക്ക് പാടില്ല എന്നാണോ? ആണെങ്കിൽ പറഞ്ഞാ മതി. കൂടുതലൊന്നും കാണാൻ ബാക്കി നിൽക്കാതെ ഞാൻ ആദ്യം അങ്ങ് പോയേക്കാം. ആര് പോയാലും നിന്നാലും എനിക്കൊന്നുമില്ല. പക്ഷെ എന്റെ കൈക്ക് അവനെ വേണം. എന്റെ കയ്യിലും കത്തിയുടെ പിടിക്ക് ഉറപ്പുണ്ട്. ഞാൻ വീശിയാലും ഒരു കഴുത്തരിഞ്ഞു വീഴും. വാദിഭാഗത്തു നിന്നും ഹാജരാക്കിയ സാക്ഷികളുടെ മൊഴികളും മറ്റ് തെളിവുകളും അനുസരിച്ച് പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം പ്രതി ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കാൻ ഈ കോടതി വിധിക്കുന്നു. എന്റെ ചേട്ടൻ, ഞാൻ കാരണം എന്റെ ചേട്ടൻ. മുഴുവൻ കരഞ്ഞു കളയാതെ. നീ കരയാനിരിക്കുന്നതേ ഉള്ളൂ. വഴിയെ പോയതിനെ വിളിച്ചു കയറ്റി വയറ്റിലുണ്ടാക്കിയിട്ട് എന്റെ പാവം അന്നെ ചൂണ്ടിക്കൊടുക്കാൻ ധൈര്യം കാണിച്ച പെറുക്കി നിനക്ക് ഞാൻ കാണിച്ചു തരാം. മോനെ,
കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ അയ്യോ, കാണാൻ പോവല്ലോ ജയിലില്. അപ്പൊ പറഞ്ഞേരെ, എന്നെങ്കിലും ഒരു ദിവസം അവൻ ഇറങ്ങി വരുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആ വയറ്റിൽ കിടക്കുന്ന ജന്തു പുറത്തു വരുന്നവരെ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ദേ വിചാരിച്ചിട്ടല്ല, അതിനെ എനിക്ക് വേണം. അവിടെ ഞാനും എന്റെ മോളും ഉണ്ട്. ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിനക്കിനി ഈ നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ രണ്ടും പെണ്ണുങ്ങളാ. ആർക്കും വന്നു കയറി എന്തും കാണിക്കാൻ പറയുകയും ചെയ്യാന്നാവും. ഇന്നലെ വരെ കണ്ടതുപോലെ ആയിരിക്കില്ല നാളെ മുതൽ നാട്ടുകാർ നിന്നെ കാണാൻ പോകുന്നത്. അവർക്കിനി നീ പിഴച്ച പെണ്ണം, അതും ഒരു തൂണും തുണയില്ലാതെ അവര് നിന്നെ പഴപ്പിക്കും. അമ്മായിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പേടിയുണ്ടോ? ഉണ്ട്. എങ്കിലും അമ്മായി അമ്മയുടെ വീട്ടിൽ പോയിക്കോ. തീരെ സഹിയേടായിട്ട് തോന്നുമ്പം ഞാൻ അറിയിക്കാം. അല്ലെങ്കിൽ അങ്ങ് വരാം. നമുക്ക് പോകാം മോളെ. നാളെ തന്നെ അങ്ങ് പോകാം. അതാ നല്ലത്. ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടും വരുന്നില്ല. വരുന്നതെല്ലാം ഞാൻ സഹിച്ചോളാം. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്ത് വരാനാ? ഇവിടെ ആരെങ്കിലും കൂടെ പറഞ്ഞയച്ചിട്ട് അങ്ങ് പോണോന്നായിരുന്നു എന്റെ കണക്കൂട്ടിൽ. ആ കണക്കൂട്ടിലെല്ലാം തെറ്റി. ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അവക്കൊന്നും വരുത്തില്ല. ഇനി നിങ്ങളെല്ലാം മാത്രമേ ഏൽപ്പിക്കാനായിട്ട് കാണുന്നുള്ളൂ. ഞാൻ പോട്ടെ മോളെ. ശരിക്കുള്ളവനെ ഞാൻ പുറത്തേ അടിക്കും. അവനെ ഞാൻ കണ്ടുപിടിക്കും. അവനെ കൊണ്ട് മിണ്ടിക്കും. അവനെ കൊണ്ടാ മിണ്ടിക്കേണ്ടത്. എടാ, അവനെ കൊണ്ട് മിണ്ടിക്കോളാ. അവന് ബോധമില്ല. വൈരാഗ്യം കയറിയിട്ട് തലയ്ക്ക് വെളിവില്ലാത്ത പോലെയൊക്കെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോകാൻ ചന്ദ്രി. എവിടെയെങ്കിലും പോയി ഒരു മാലയിട്ട് എവിടെയെങ്കിലും നമുക്ക് കഴിയാം. എനിക്ക് ജോലി ചെയ്യാനറിയാം. ഞാൻ വരാം. ചേട്ടന്റെ സമ്മതം വാങ്ങിച്ച് ഞാൻ വരാം. സമ്മതിക്കുവോ? എന്റെ ചേട്ടനാ, സമ്മതിക്കും. നീ ഒന്ന് പുറത്തേക്ക് പോയേ. പോ മോനെ.
ചേട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്നോട് പൊറുക്കണം. ഞാൻ അന്ന് ചോദിച്ചപ്പോ നീ എന്താ ഇവന്റെ പേര് പറയാഞ്ഞേ? ഇങ്ങേരാന്നറിഞ്ഞാൽ ചേട്ടൻ കൊന്നു കളഞ്ഞാലോ എന്ന് പേടിച്ചിട്ടായിരുന്നു. ചെല്ലണ്ണനെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ചേട്ടൻ ഒന്നും ചെയ്യില്ലെന്നായിരുന്നു. എന്താ എനിക്ക് ചെല്ലണനെ പേടിയാണെന്ന് നീ വിചാരിച്ചു? പിന്നെ നിങ്ങൾ തമ്മിലുള്ള അടുപ്പവും. ആ നേരത്ത് ചേട്ടൻ പ്രാന്ത് കയറിയ മാതിരിയായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലണ്ണന്റെ അല്ലാതെ മറ്റാരുടെ പേര് പറഞ്ഞാലും ചേട്ടൻ നേരെ പോയി കൊല്ലുമെന്ന് എനിക്ക് തോന്നി. ചീത്ത നേരത്ത് തോന്നിയ ബുദ്ധിക്ക് ആ നേരത്ത് ഒരാൺതുണയില്ലാതെ ഇനി എനിക്ക് അവിടെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റത്തില്ല. അമ്മായി പോയ പിന്നെ ഇത്രയും നാൾ ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞതിന്റെ പാട് എനിക്കറിയാം. രാത്രി മുഴുവൻ വീടിന് ചുറ്റും ആണുങ്ങള് അലന്ന പട്ടിക്കുര പോലെ. എനിക്ക് ആ ഭദ്രനെയും വാസുവിനെയും ഒക്കെ പേടിയാ. എല്ലാരും പേടിയാ. എന്റെ വയറ്റിൽ കിടന്ന് ഇതിനെ ഓർത്ത് ഇത്രയും കാലം അവരെന്നെ വെറുതെ വിട്ടത്. ഇനിയിപ്പോ ചേട്ടൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. ചന്ദ്രയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ആണത്തയില്ലാത്ത ഒരുത്തന്റെ കയ്യിലാണല്ലോടാ ഞാൻ എന്റെ പെങ്ങളെ ഏൽപ്പിക്കുന്നത്. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇവനെങ്കിലും ചേട്ടൻ അനുഗ്രഹിക്കണം. ഇവന്റെ പുറത്ത് ചേട്ടന്റെ ശാപം ഉണ്ടാവരുത്. ശാപമോ? നീയാണിനി ഇവർക്കെല്ലാം. അവർക്ക് ഞാനുണ്ട്.